ശ്രീ പ്രേംകുമാർ, ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി നടത്തിയ ദീർഘമായ പ്രതികരണം. ഇന്ന് ഫെഡറലിസം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടുകയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത് കേരളത്തിലെ കോൺഗ്രസിനെ മാത്രം ഉദ്ദേശിച്ചാണോ അതോ രാജ്യത്തിലെ മുഴുവൻ കോൺഗ്രസിനെയും ഉദ്ദേശിച്ചാണോ? പൊതുവിൽ രാജ്യത്തിൻ്റെ ഫെഡറൽ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ട നിലയിൽ ഇടപെടാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. കേരളത്തിൽ വിശേഷിച്ചും അത് പ്രകടവുമാണ്. രാജ്യത്താകെ ഇപ്പോൾ ഇന്ന് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം പാർലമെൻറ്റിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ത്യയുടെ രാഷ്ട്രപതി നടത്തിയത് എന്ന് നാം കാണുകയുണ്ടായി. ജനാധിപത്യത്തിൽ ചെങ്കോലിന് സ്ഥാനമില്ല. അത് രാജഭരണത്തിൻ്റെ സൂചനയാണ്. രാജാധികാരത്തിൻ്റെ സൂചന പ്രജയും രാജാവും എന്ന മട്ടിൽ ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തയെ തന്നെ ചോർത്തിക്കളയുന്ന നിലയിലേക്ക് സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള RSS നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ NDA ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ആ നിലയിൽ ഇടപെടാൻ കഴിയുന്നുണ്ടോ കോൺഗ്രസ്സിന് എന്നത് വളരെ ഗൗരവപ്പെട്ട ആലോചനയാണ്. എന്നാൽ രാജ്യത്ത് പൊതുവിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്നത് നമുക്ക് കാണാനാകും. കേരളത്തിലെ കോൺഗ്രസ് രാജ്യം ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട ഭീഷണികളെ അല്ല അവർ പ്രാധാന്യം. നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്യുന്ന പ്രതിപക്ഷ നേതാവും UDFിലെ അംഗങ്ങളുമൊന്നും പൊതുവിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തിയ പ്രമേയത്തെ പ്രതികൂലിച്ചാണ് സംസാരിച്ചതെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ എതിർക്കുന്നതിന് തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് യോജിച്ച ഒരു സമരത്തിന്, കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന്, കേരളത്തെ തകർക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനോ അതിന് പങ്കെടുക്കാനോ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് കഴിയാതെ പോകുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെഡറൽ തത്വങ്ങൾ, മതനിരപേക്ഷത, ജനാധിപത്യം എന്നിവയെല്ലാം വെല്ലുവിളിക്കപ്പെടുമ്പോൾ അർഹതപ്പെട്ട വിഹിതം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കാതെ വരുമ്പോൾ രാഷ്ട്രീയമായ വിവേചനത്തിന് ഒരായുധമായി BJP ഇതര സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിക്കുമ്പോൾ ഇത്തരം സുപ്രധാനമായ ഘട്ടങ്ങളിലൊന്നും യഥാർത്ഥത്തിൽ കോൺഗ്രസ്, കേരളത്തിലെ പ്രതിപക്ഷം, UDF പൊതുവിൽ അതിന് അത്തരത്തിലുള്ള ഒരു ഗൗരവത്തോടു കൂടി കണ്ട് രാജ്യം നേരിടുന്ന പ്രശ്നത്തിന് ഏത് നിലയിലാണ് അത് പരിഹരിക്കേണ്ടത്, അതിന് നേതൃത്വം നൽകേണ്ടത് എന്നതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഹിമാചലിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏക കോൺഗ്രസ് സംസ്ഥാനമാണല്ലോ ഹിമാചലിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം ക്ഷണിച്ചാലും ഇല്ലെങ്കിലും രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞതെല്ലാം ഇതിൻ്റെ ഭാഗമായി നമുക്ക് കാണാനാകും. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, ഹിന്ദി, ഹിന്ദു, ഹിന്ദുസ്ഥാൻ തുടങ്ങിയ ഫെഡറൽ മൂല്യങ്ങൾ തകർക്കുന്ന ഒട്ടേറെ നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പൊതുവിൽ കോൺഗ്രസിന് കഴിയുന്നില്ല. കേരളത്തിൽ ഇടതുപക്ഷത്തെ ശത്രുവായി കണ്ട് മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും ഊന്നൽ നൽകുന്ന കേരളത്തിലെ ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കുക എന്നതിന് സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കരുത്, നേരെ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന അഭിപ്രായമാണോ? അങ്ങനെയല്ല, കേന്ദ്രത്തിനെതിരെ മാത്രമേ പറയാൻ പാടൂ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. പറയാനേ തയ്യാറാവുന്നില്ല എന്നതാണ് പ്രശ്നം. ശരി, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, സംസ്ഥാനത്തിനെതിരെ പറയണം, അതല്ലേ പ്രതിപക്ഷത്തിന്റെ ധർമ്മം. നിറവേറ്റുമ്പോഴാണ് നിങ്ങൾക്ക് കേന്ദ്രത്തിനെതിരെ ഒന്നും പറയാനില്ലേ എന്ന ചോദ്യം വരുന്നത്. പറയട്ടെ. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.